SNDPയും NSSും അതുപോലെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും, അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ. അപ്പം പക്ഷേ ഇതിനകത്ത് ഇവർ രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള സാമ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരെയും അവർ പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ട. ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമാണ്. നമുക്കിതിനെ എങ്ങനെയാണ്? ഒരുപാട് കാരണങ്ങളാണ് ഇത് പറയാനുള്ളത്. പ്രധാനമായും ആദ്യത്തേത് വോട്ടിംഗ് ആണ്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് രണ്ടിലും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന രീതി ഒരുപോലെയാണ്. രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളും നമുക്ക് ഒന്ന് തന്നെയാണ്. അപ്പം എന്താണ് നമുക്ക് വിശദമായി നമുക്ക് നോക്കാം. അതായത് ഇപ്പം ആദ്യം വോട്ടിംഗ് രീതി. വോട്ടിംഗ് രീതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇവിടെ ഒന്ന് പ്രാതിനിധ്യ വോട്ടവകാശം. SNDPയെ സംബന്ധിച്ചിടത്തോളം പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ആ വെള്ളാപ്പള്ളി നടേശന് ഇഷ്ടപ്പെട്ട ഓരോരുത്തരായിരിക്കും വോട്ട് ചെയ്യുന്നത്. അതായത് ഓരോ ഇത്ര ആൾക്കും ഒരാൾ വോട്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒരാൾ വോട്ട് ചെയ്യുക. ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആൾ വെള്ളാപ്പള്ളിയുടെ അടുത്ത് അനുയായിരിക്കും. അങ്ങനെ കേരളത്തിലുള്ള ഈഴവരെ മുഴുവൻ പറ്റിക്കുന്ന സമീപനമാണ്. അതിനാണ് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളിക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും സ്വാഭാവികമായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇനി NSSൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പ്രതിനിധി സഭ എന്ന് പറഞ്ഞിട്ടൊരു സഭയുണ്ട്. അപ്പോൾ അതിൽ 300 അംഗങ്ങളാണ് ഉള്ളത്. ഓരോ താലൂക്ക് യൂണിയനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളായിരിക്കും പ്രതിനിധി സഭയ്ക്കകത്ത് അംഗങ്ങളാകുക. ഇവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടിയിട്ടും ട്രഷററെയും ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ആർക്ക് അനുകൂലമായിരിക്കും? ഈ NSS ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന, NSSന്റെ പ്രധാന മൂപ്പന്മാർ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 300 പേരിൽ വോട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ആർക്കായിരിക്കും? ജനറൽ സെക്രട്ടറി ആരാണോ പുള്ളിക്ക് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു വോട്ട് പിന്നെ സുകുമാരൻ നായർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും സുകുമാരൻ നായർ തന്നെ തെരഞ്ഞെടുക്കപ്പെടും. ഇതൊരു പിന്നെ എല്ലാ തരത്തിലും നമ്മൾ പരിശോധിച്ചാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതപ്പം SNDPയിലെ തെരഞ്ഞെടുപ്പും അതിനകത്തും കള്ളത്തരമുണ്ട്, NSSന്റെ തെരഞ്ഞെടുപ്പിനകത്തും കള്ളത്തരമുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇത് ബ്രേക്ക് ചെയ്യണം. നാളെ ഒരു സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് പറയട്ടെ, ഞാൻ ഇവിടുത്തെ എല്ലാ ഈഴവരും എനിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തുന്നു, എല്ലാ SNDP ശാഖാ യോഗങ്ങളിലും വോട്ടിംഗ് വെക്കണം. അങ്ങനെ തൻ്റെ ഇടമുണ്ടോ? എന്നിട്ടെല്ലാം കൂടെ ഒരു ദിവസം പോളിംഗ് വെക്കുക, അല്ലെങ്കിൽ 2 ഘട്ടമോ 3 ഘട്ടമായിട്ട് കേരളത്തിൽ ഒരുപാട് പിന്നെ ഓരോ താലൂക്ക് യൂണിയനിലും വോട്ടിംഗ് വെക്കുക എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വോട്ട് ഒരു ദിവസം എണ്ണിക്കഴിയുമ്പോൾ അറിയാമല്ലോ ആർക്കായിരിക്കും. ഇപ്പോൾ മത്സരാർത്ഥികൾ കൂടുതൽ വരും. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. സ്വാഭാവികമായും അത് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. NSSും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ താലൂക്ക് യൂണിയനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടിംഗ് വെക്കുക. അതാ താലൂക്കിൽപ്പെട്ട ശാഖായോഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ കരയോഗങ്ങളിൽപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വോട്ടിംഗ് രീതി വെക്കട്ടെ. അങ്ങനെ വെച്ചുകൊണ്ട് ഈ 2 പേർക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നായരും ഒരു ഈഴവനും ഈ പറയുന്ന 2 പേരെയും പിന്താങ്ങത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ 2 എണ്ണത്തിനെയും കൊണ്ട് സംഘടനയ്ക്ക് പൊറുതി മുട്ടിയിരിക്കുക. എങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ശരിക്കും ഈ 2 പേരെയും സംഘടനയിലുള്ളവർ കാണുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് കാരണം അതാ, ഒരു ഗുണമില്ല. എന്തെങ്കിലും നായന്മാരുടെ കൂടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നായന്മാർക്ക് ഗുണമുണ്ടാവും. ഈ പിന്നെ സുകുമാരൻ നായരെ കൊണ്ട് നായന്മാർക്ക് എന്ത് ഗുണമുള്ളത്? അറ്റ്ലീസ്റ്റ് പോയിട്ടൊരു പിന്നെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് പോലും ഈ നായരെ കൊണ്ടൊരു ഗുണമില്ല. സുകുമാരൻ നായരെ കൊണ്ട് ഒരു അഡ്മിഷന്റെ കാര്യത്തിന് പോലും സാധാരണക്കാരന് പ്രയോജനമില്ലാത്ത ഒരാളാണ്. അതേസമയം അതിനകത്തിലെ പണമുള്ള ആൾക്കാരുണ്ടല്ലോ, നായന്മാരുടെ കൂട്ടത്തിൽ പണവും ആസ്തിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പരമ്പരാഗതമായി കുറേയധികം ആൾക്കാർക്ക് ആസ്തിയൊക്കെ ഉണ്ട്. ഈ ആസ്തിയുള്ളവരെ കൂടെ നിർത്തും. അയാളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പറയുകയും വേണ്ട. ഇപ്പൊ ചെന്നിത്തല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെന്നിത്തല എന്റെ മോനാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുത്തി സുകുമാരൻ നായർ. കാരണം എന്താ? ചെന്നിത്തലയുടെ രാഷ്ട്രീയമുണ്ട്, ചെന്നിത്തലയുടെ കയ്യിൽ രാഷ്ട്രീയമുണ്ട്, പവറുണ്ട്. അതുകൊണ്ട് ചെന്നിത്തലയോട് ഭയങ്കര സ്നേഹം. അവിടെയാണ് പിന്നെ ഇരട്ടനീതി എന്ന് പറയുന്നത്. ഈ രണ്ട് മുതലുകളും ഇരട്ടനീതിയുടെ ആശാന്മാരാണ്. വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ നോക്കിക്കോളൂ. വെള്ളാപ്പള്ളി നടേശൻ ഈ താഴേക്കിടയിലുള്ള ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ഈഴവൻ വെള്ളാപ്പള്ളി നടേശനെ കാണണം, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കണിച്ചുകുളങ്ങരയിലെ തമ്പുരാന്റെ വീട്ടിലും ചെല്ലാവോ? ചെന്ന് കയറി കാര്യം സാധിച്ച് ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അനുവദിക്കില്ല. കാണാനുള്ള സമയം കിട്ടത്തില്ലെന്നേ. അതേസമയം കേരളത്തിലുള്ള മദ്യ വ്യവസായികൾക്ക് അവിടെ പിന്നെ സ്ഥാനമുണ്ട്. കേരളത്തിലുള്ള കോൺട്രാക്ടർമാർക്ക് അവിടെ സ്ഥാനമുണ്ട്. അവിടെ ചെന്ന് ഇരിക്കാം, സംസാരിക്കാം, പുള്ളിയോട് ഒപ്പം ഇരുന്ന് സംസാരിക്കാം. കാര്യം എന്താ? ഇവരെ കൊണ്ട് മെച്ചമുണ്ട്. രാഷ്ട്രീയക്കാരൻ ചെല്ലുന്നു, കോൺഗ്രസ്സുകാരൻ ചെല്ലുന്നു,
വിളിച്ചിരുത്തി സൽക്കരിക്കും. ഇനി അതല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെല്ലുന്നത് വിളിച്ചിരുത്തി സൽക്കരിക്കും. കാര്യം ഗുണമുണ്ട്. കാര്യം പുള്ളിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഉപജാപക പ്രവൃത്തികൾ എന്ന് പറയാം, അത്തരം പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുന്നത് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയക്കാരെ പിണക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന പിന്നെ സുകുമാരൻ നായരെ സംബന്ധിച്ച് സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെട്ട കുറെ രാഷ്ട്രീയക്കാരുണ്ട്. അതിപ്പം കോൺഗ്രസിനകത്ത് കേരള കോൺഗ്രസിലുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കാണുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞ ഓർമ്മ, ഇനിയിപ്പോ ശശി തരൂർ മുഖത്ത് നോക്കത്തില്ല. കാരണം ആൾ ഡൽഹി നായർ, ആ ഡൽഹി നായരെ അംഗീകരിക്കില്ല. അതിന് വേറെ നായന്മാര് വേണം. അപ്പൊ അങ്ങനെയുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ആളുടെ മുഖത്ത് പോലും നോക്കുകയോ ഒന്ന് ഇരിക്കാൻ പറയുകയോ പോലും ചെയ്യാത്ത ഒരു മര്യാദ കെട്ട ഒരാളാണ് ഈ സുകുമാരൻ നായർ. അത് പിന്നെ ഗണേഷ് കുമാർ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ പുള്ളിക്ക് പുള്ളിയുടെ പൊളിറ്റിക്സ് നടപ്പിലാക്കുക. പുള്ളി ഇത്തവണ നോക്കും എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ നീക്കം, ആ നീക്കം അനുസരിച്ചിട്ട് പുള്ളി നീങ്ങും. തനിക്കെതിരെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കും. പത്തനംതിട്ട അല്ല പിന്നെ പത്തനാപുരം താലൂക്ക് യൂണിയനൊക്കെ പിരിച്ചുവിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാ. അവിടെ എന്താണ്, അവിടെ ആസ്തിയുണ്ട്. അവിടെ 100-300 കോടി രൂപയുടെ ആസ്തി പത്തനാപുരം താലൂക്ക് യൂണിയനുണ്ട്. ഇത് തന്റെ അക്കൗണ്ടിൽ കിട്ടണം. അവിടെ പിന്നെ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന്റെ അക്കൗണ്ട് മുഴുവൻ ധനലക്ഷ്മി ബാങ്കിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത ബന്ധുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ഈ അടുത്ത ബന്ധുവിനെ എന്തിനാണ് അവിടെ എത്തിയിരിക്കുന്നത്? അല്ലെ അടുത്ത ബന്ധു അവിടെ ഇരിക്കുമ്പോഴുള്ള പെരുന്നയില് ആ ബ്രാഞ്ചിൽ ഇരിക്കുന്ന സമയത്തുള്ള ഗുണം എന്താ? സ്വാഭാവികമായും കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അവിടെ ഗുണം. ഇവിടെ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ NSSന്റെ സ്ഥാപകൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, മന്നത്ത് പത്മനാഭൻ. ഈ മന്നത്ത് പത്മനാഭന്റെ ബന്ധുക്കളെ അടുപ്പിക്കുന്നുണ്ടോ? അവർക്ക് ചെറുമക്കൾ വരെ ഉണ്ട്, ചെറുമക്കളുണ്ട്, അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. ഈ മന്നത്തിന്റെ ബന്ധുക്കളെ പോലും ആ 7 അയലത്ത് അടുപ്പിക്കത്തില്ല. കാരണം എന്താ, തന്റെ മോണോപ്പൊളി നഷ്ടപ്പെടും. അപ്പം അവര് വന്ന് കയറി കഴിഞ്ഞാൽ തനിക്ക് മാറിക്കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോ അടുത്ത് എന്താണെന്നറിയാം, സുകുമാരൻ നായരുടെ മക്കളിലേക്ക് പോകും. ഇങ്ങനെ ഇത് പരമ്പരാഗതമായി ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. കാര്യം ഇവിടെ നിൽക്കുന്നത് അവിടെ പ്രാതിനിധ്യ വോട്ടവകാശമാണെങ്കിൽ ഇവിടെ പ്രതിനിധി സഭയുടെ വോട്ടവകാശമാണ്. രണ്ടും ഏകദേശം തുല്യമാണ്. അപ്പം അങ്ങനെ തുല്യമായ വോട്ടവകാശം അവിടെയും നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും ചെയ്യുന്നത് എന്താ, അതായത് SNDPയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ അതിന്റെ വരുമാനമെല്ലാം അടിച്ചു മാറ്റുന്ന ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ഇല്ലേ, വെള്ളാപ്പള്ളി. ഇപ്പം മൈക്രോ ഫിനാൻസ്, എന്തിനാ മൈക്രോ ഫിനാൻസ്? ഓരോ പിന്നെ പിന്നോക്കക്ഷേമ ബോർഡിൽ നിന്നും അനുവദിച്ച തുകയാണത്. എന്തിനു വേണ്ടി അനുവദിച്ചു? അവിടെ സാധാരണക്കാരായുള്ള അവർക്ക് ഒരു നിശ്ചിത പൈസക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് പണം, അവരുടെ താൽക്കാലിക സാമ്പത്തികം. എന്നാൽ അവിടെ ചെയ്ത അങ്ങനെയല്ല, അത് ബ്ലേഡ് വഴി പലിശയ്ക്ക് കൊടുത്തു. അവരുടെ കൊള്ളപ്പലിശയ്ക്ക് ആ പണം കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് വെച്ചാൽ സ്വാഭാവികം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമുദായത്തിന്റെ സാധാരണക്കാരായ ആളുകളിൽ നിന്നും അവിടെ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് എടുക്കുന്ന പണം മുഴുവൻ അവരെ ചൂഷണം ചെയ്ത് തിന്നുകൊഴുക്കുക. ഇതാണ് വെള്ളാപ്പള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമ്മുടെ സുകുമാരൻ നായരൻ ചെയ്യുന്നത് തന്നെയല്ലേ? നമ്മൾ നാളെ നോക്കിയേ, സുകുമാരൻ നായരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, സാധാരണക്കാരനെ ഊറ്റി തന്റെ പള്ള നിറയ്ക്കുക, എന്നിട്ട് തന്റെ മക്കളുടെ പള്ള നിറയ്ക്കുക. അപ്പൊ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആരുണ്ട്? ഈ പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ ചിന്ത എന്താ? പിന്നെ നമ്മുടെ പിന്നെ വെള്ളാപ്പള്ളിയെ ഒന്നും പറയരുത്. കാര്യം വെള്ളാപ്പള്ളി നടേശനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഈഴവര് വോട്ട് ചെയ്തില്ല. അവര് വോട്ട് വേറെ അങ്ങനെ വിചാരിച്ച LDFന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചാണ് LDFന് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഇവിടെ വിചാരിക്കുക എന്തോ NSSനെ മണക്കരുത്. അത് NSSലെ അങ്ങനെ വലിയൊരു തന്ത്രം ഇറക്കിയായിരുന്നു കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം എന്താണ്, NSS പിന്തുണ കൊടുത്തു, LDFന് പിന്തുണ കൊടുത്തു. LDFന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്തോ മലമറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് NSS പോയിട്ട് LDFന് പിന്തുണ കൊടുത്തു. പിന്തുണ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും പിന്നെ LDF വിചാരിച്ചു രക്ഷപ്പെട്ട് ഇതുവരെ UDFനൊപ്പം പോയിരുന്ന നായർ വോട്ടുകളെല്ലാം എന്താ വീണ്. LDFന് പറ്റിയ അബദ്ധം അതാ. അപ്പം LDF നോക്കിയപ്പോ അതുകൊണ്ട് NSSനെ ഒരു അക്ഷരം മിണ്ടിയില്ല. LDFനെ കണ്ടുപഠിക്കുക എല്ലാവരും. കണ്ടുപഠിക്കേണ്ട ഒരു മുതലാത്. എന്നിട്ട് അവസാനം LDFന് വോട്ട് കിട്ടിയോ? എല്ലാ നായന്മാരും എങ്ങനെ വോട്ട് ചെയ്യുന്നത്? പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടുകൾ നടക്കുന്ന നായർ സമുദായത്തിലാണ് പരമ്പരാഗത വോട്ടുകൾ. ഈ സുകുമാരൻ നായർ ഇനി കൊടി കിട്ടി പ്രസംഗിച്ചാൽ പോലെ ഈ സുകുമാരൻ നായരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സാധാരണക്കാരനായ നായന്മാര്? NS കരയോത്തിലെ ഒരു സാധാരണക്കാരനായ ഒരാൾ ഈ സുകുമാരൻ നായരെ കണ്ടിട്ട് കൂടിയില്ല, കാണാൻ അനുവദിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മേൽത്തലപ്പത്ത് പെരുന്നയിലെ AC മുറിക്കാതിരുന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ LDFനാണ് ഇത്തവണ പിന്തുണ കൊടുക്കുന്നത്.
എന്നിട്ട് ഈ പറയുന്ന പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നായന്മാർ വിചാരിക്കുക ശരിയാ, ഇത്തവണ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞു ഇത്തവണ ഞങ്ങൾ LDF വോട്ട് കൊടുക്കും. ചെയ്യത്തില്ല. ഇവിടെ കണിച്ചുകുളങ്ങര തമ്പുരാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പരമ്പരാഗതമായി ഇടതുപക്ഷ വോട്ടുകളെല്ലാം കിടക്കുന്ന അതിനകത്തായിരുന്നു. വെള്ളാപ്പള്ളിയെ പിന്തുണച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഈഴവരെല്ലാം മറിച്ചു കുത്തിയത്. വെള്ളാപ്പള്ളിയെ, അതായത് വെള്ളാപ്പള്ളി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന അങ്ങേ അറ്റത്തെ വിദ്വേഷജനകമായ പ്രസംഗം, ആ പ്രസംഗം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പിന്നെ ഇടതുപക്ഷക്കാരെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ, അയാൾ കിടന്ന് വായിട്ടലച്ച് ഉള്ള ന്യൂനപക്ഷക്കാരെ വെറുപ്പിച്ചിട്ടും ഇവിടെ CPM പെട്ട ഒരു നേതാവ് പോലും കമ എന്നൊരു അക്ഷരം വേണ്ടിയില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ കിടന്ന് വോട്ട് ചെയ്യുന്നത്? എന്ത് മതേതരത്വം പിന്നെ CPM ഉയർത്തിക്കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ച ജനങ്ങളുണ്ട്. അവരെന്ത് ചെയ്തു? മറിച്ചു, കോൺഗ്രസിനെ ഏൽപ്പിച്ചു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. അല്ലെ ഇവർക്ക് രണ്ടുപേർക്കും ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഭരണകക്ഷിയായിട്ട് ബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ബന്ധം ഉണ്ടാവാം. പക്ഷെ താഴേക്കിടയിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല. കാരണം ജനങ്ങൾക്കറിയാം, ഈ പറയുന്ന നായർ സമുദായത്തിനാണെങ്കിലും ഈഴവ സമുദായത്തിനും അറിയാം, ഞങ്ങളെ കൊള്ളയടിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൽ നിന്നും ഒരു വരുമാനം സ്വീകരിച്ചു കൊണ്ടുപോയി നേട്ടം ഉണ്ടാക്കിയത് ഇവരൊക്കെ തന്നെ. ഈ പണം അത്രയും അവർ കൊണ്ടുപോയി തിന്നുകയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവരാരും നിൽക്കത്തില്ല. പിന്നെ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന അങ്ങേ അറ്റത്തെ സത്യത്തിൽ പണി കിട്ടിയ ഇടതുപക്ഷത്തിനാ. ഇടതുപക്ഷം വല്ലാതെ അങ്ങ് വിശ്വസിച്ചു. NSSലെ സുകുമാരൻ നായർ പിന്തുണച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ വരുമെന്ന്. കാര്യം അങ്ങയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്തതാ. അത് പുള്ളിയുടെ നിലനിൽപ്പാ. ഇതിപ്പോ ഇങ്ങനെ തന്നെയാണ് സംഭവം. അതായത് ഒന്ന് വോട്ടിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ, രണ്ട് ഈ സമുദായത്തെ കൊള്ളയടിക്കുന്ന കാര്യത്തില്, മൂന്ന് ഇതിന്റെ എല്ലാം വരുമാനം അടിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തില്, പിന്നെ NSSനകത്ത് ഉള്ള വരുമാനം മുഴുവൻ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ തന്ത്രപരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്രട്ടറി, തനിക്ക് ശേഷം തന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഈ സ്ഥാനത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് നേതൃത്വം. ഇത് ഇവര് തന്നെയാണ്. നമ്മൾ നോക്കി SNDP യോഗം, അവിടെ വരാൻ പോകുന്ന തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി. ഇനി ഇദ്ദേഹത്തിന്റെ മകനായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത്. ഇതാ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഇവർ രണ്ടുപേരും വ്യത്യസ്തമാക്കുന്ന വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വിമത ശബ്ദമുണ്ട്. അതായത് SNDPയെ സംബന്ധിച്ചൊരു വിമത ശബ്ദമുണ്ട്. ഇപ്പൊ ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന് പറഞ്ഞിട്ട് ഒരു വിമത ശബ്ദം വരുന്നുണ്ട്, നമ്മുടെ ഗോകുലം ഗോപാലൻ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഒരു വിമത ശബ്ദം എവിടെയുണ്ട്? SNDPയിലുണ്ട്, അല്ലെങ്കിൽ ഈഴവർക്കിടയിലുണ്ട്. ഇവിടെ അതില്ല. ഇപ്പൊ കേട്ടു തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് KB ഗണേഷ് കുമാർ ഈ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞില്ല, അതൊരു വിമത ശബ്ദമായി നമുക്ക് കണക്കാക്കാം. ഇപ്പൊ മറ്റേ ഇവിടെ ഗോകുലം ഗോപാലനുണ്ട്, സൗത്ത് ഇന്ത്യൻ വിനോദുണ്ട്, പിന്നെ അങ്ങനെ തുടങ്ങി എളമ്പടത്ത് രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന കുറെ അധികം നേതാക്കന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ CK വിദ്യാസാഗർ ഇതിലുണ്ടായിരുന്നു, PK സോമൻ പിന്നെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വിമത ശബ്ദം വെള്ളാപ്പള്ളി നടേശനെതിരായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈഴവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു വിഭാഗം ആൾക്കാർ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ പറയുന്ന ഈ ഈഴവർക്കിടയിൽ ഒരു സംഭവം, ഒരു വിമത ശബ്ദം ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് അത് പോവുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് അങ്ങനെ ഇല്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSS തന്നെയാണ്, അതിൽ സുകുമാരൻ നായർ തന്നെയാണ്. അതിനപ്പുറത്ത് വേറൊരു വിമത ശബ്ദം വരുന്നില്ല. എന്നാൽ വിമത ശബ്ദത്തിലേക്കുള്ള പോക്ക് ഇനിയിപ്പോ ഒരുപക്ഷെ സാധ്യമാക്കാൻ പോകുന്ന ഒരുപക്ഷെ KB ഗണേഷ് കുമാറിലൂടെ ആയിരിക്കും. നാളെ KB ഗണേഷ് കുമാർ വെറുതെ അല്ല ഇറങ്ങിയത്. കാര്യം എന്താ, KB ഗണേഷ് കുമാറിന് MLA സ്ഥാനമില്ല. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ 3 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ്. അപ്പൊ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? NSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഈ ഒരു സ്ഥാനത്തേക്ക് ഉള്ള ശ്രമത്തിന്റെ തുടക്കമായിട്ടാണ് ഇപ്പൊ ഈ ഒരു പണി പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം രണ്ടുപേരും നേരത്തെ വിദ്യ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രം.